കർക്കിടകത്തിന്റെ അവസാന ദിനത്തിൽ അത്തം പിറന്നതോടെ മലയാളിയുടെ ഓണക്കാലത്തിന് തുടക്കമാവുകയാണ്. ഇത്തവണ കർക്കിടകം അവസാനിക്കുന്ന ദിവസമാണ് അത്തം നാൾ എന്ന പ്രത്യേകതയുമുണ്ട്. അത്തം മുതൽ 10 നാൾ നീളുന്ന കാത്തിരിപ്പിനൊടുവിലാണ് തിരുവോണം എത്തുന്നത്. അത്തം നാളിൽ വീടുകളുടെ മുറ്റത്ത് പൂക്കളമൊരുക്കിയാണ് സാധാരണയായി ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. ആദ്യ ദിവസം ചെറിയ പൂക്കളത്തിൽ നിന്ന് ആരംഭിക്കുന്ന പൂക്കളമൊരുക്കൽ ഓരോ ദിവസവും കൂടുതൽ പൂക്കൾ ചേർത്ത് വിപുലമാക്കും. തുമ്പപ്പൂവും കാക്കപ്പൂവും ചെണ്ടുമല്ലിയും ജമന്തിയും വാടാമല്ലിയും ഉൾപ്പെടെയുള്ള പൂക്കൾക്ക് ഇനി ആവശ്യക്കാരേറും. അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രക്രമവും ഓണാഘോഷങ്ങളുടെ പരമ്പരാഗത രീതികളും മലയാളിയുടെ കാർഷിക സാംസ്കാരിക ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. അത്തം പിറന്നതോടെ ഓണവിപണിയും സജീവമാവുകയായി. പൂക്കൾ, പച്ചക്കറികൾ, നേന്ത്രക്കായ, ഓണക്കോടി, പലവ്യഞ്ജനങ്ങൾ, ഉപ്പേരി, ശർക്കര വരട്ടി തുടങ്ങി ഓണസദ്യയ്ക്കും ആഘോഷങ്ങൾക്കും ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഇനി വിപണിയിൽ തിരക്കേറും. ഓണവിപണി മുന്നിൽ കണ്ട് കർഷകരും വ്യാപാരികളും കുടുംബശ്രീ പ്രവർത്തകരും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പാലക്കാടിന്റെ ഗ്രാമീണ മേഖലകളിലും ഓണാഘോഷങ്ങൾക്ക് തനതായ നിറമുണ്ട്. പൂക്കളമൊരുക്കുന്നതിന് പുറമെ ഓണക്കളികൾ, ഓണപ്പാട്ടുകൾ, തിരുവാതിരക്കളി, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും വരും ദിവസങ്ങളിൽ സജീവമാകും. പല പ്രദേശങ്ങളിലും പ്രാദേശികമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഓണാഘോഷത്തിന്റെ ഭാഗമായി തുടർന്നു വരുന്നുണ്ട്. കർക്കിടകത്തിന്റെ മഴക്കാല അന്തരീക്ഷത്തിൽ നിന്ന് ചിങ്ങത്തിന്റെ ഓണക്കാലത്തേക്ക് കടക്കുമ്പോഴാണ് അത്തമെത്തുന്നത്. UTV ന്യൂസ്, പാലക്കാട്.